പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡോക്ടർ സാക് വർഗീസ് ആണ്. അദ്ദേഹം ഇപ്പോൾ ജോയിൻ ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാം നന്നായി നടത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സിസ്റ്റർ ഫിലോമിന ജോയ് പ്രാർത്ഥിച്ച് സഹായിച്ചാണ്. സിസ്റ്റർ ഫിലോമിന ജോയ്. പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലയോ? ഓക്കെ. പാസ്റ്റർ രാജു പി ജോയ് പ്രാർത്ഥിച്ചാട്ട്. പാസ്റ്റർ രാജു പി ജോയ് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രി വേളയ്ക്കായി സ്തോത്രം. അഗപ്പെ ബൈബിൾ കോളേജിന്റെ ഈ ഓൺലൈൻ ക്ലാസ്സിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ ക്ലാസ്സുകൾ നയിക്കുവാനായിട്ടുള്ള അവിടുത്തെ ദാസനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹായിക്കണം, ശക്തീകരിക്കണം, ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ അറിവുകൾ പകരുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കുകയും ആദരിക്കുകയും ചെയ്യണമേ. ഈ ക്ലാസ്സുകളിൽ പങ്കാളികളാകുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രത്യേക കോളേജിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കും. ബഹുമാന്യ ദേവദാസന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ആദരിക്കണം. ക്രിസ്തുയേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. താങ്ക് യു പാസ്റ്റർ രാജു പി ജോയ്. ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ ഡോക്ടർ സാക് വർഗീസ് ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. ഇന്ന് എല്ലാവർക്കും തന്നെ ജോയിൻ ചെയ്യാൻ എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു ടെക്നിക്കലായിട്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരാണ് പാട്ട് പാടാൻ കഴിവുള്ള ആരെങ്കിലും ഒരു പാട്ട് പാടുമോ? അന്നേരത്തേക്ക് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ബൈബിൾ വായിച്ചു കൊടുക്കുവാനായി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പേരുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രിയ ബെറ്റി ആൻറ്റി എലിസബത്ത് വർഗീസ്, പ്രിയ സിസ്റ്റർ സെലിൻ കോശി, അഞ്ജു സാറ ആൻഡ് ബിൻസി ബെൻസൺ. ഈ പ്രിയപ്പെട്ടവർ ദയവായിട്ട് വായിച്ച് സഹായിക്കുക. ദൈവം മറ്റുള്ള ആരെങ്കിലും വായിക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി നേരത്തെ പേരുകൾ അറിയിച്ചാൽ അത് ക്രമീകരിക്കാവുന്നതാണ്. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ റവറൻ ഡോക്ടർ സാക് വർഗീസിനെ വളരെ ആത്മാർത്ഥതയോടെ സ്വാഗതം ചെയ്യുന്നു. സാർ ജോയിൻ ചെയ്തില്ലയോ? ഇപ്പൊ കേൾക്കാവോ? കേക്കാം. ഓക്കെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ടെക്നോളജി ഈസ് വെരി ഗുഡ് വെൻ ഇറ്റ് വർക്ക്സ്. ഇന്ന് അല്പം ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഡോൺ വറി, എല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കും. സോ വി വിൽ ഡു ദ ക്ലാസ്. ഇന്ന് നമ്മുടെ വിഷയം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന അന്ത്യകാല പ്രവചനങ്ങൾ. അന്ത്യകാല പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ അന്ത്യകാലത്തിൻ്റെ സംഭവങ്ങൾ എന്താണെന്ന് ഈ അന്ത്യകാല പ്രവചനത്തിൽ കൂടി നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ വിഷയം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കുന്ന നമ്മൾ 8-ാം അധ്യായത്തിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. എന്നാൽ അതിനു മുമ്പായിട്ട് ഒരു മുഖവരയായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ശ്രമിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, പഠിക്കുന്നതിൻ്റെ ബേസിസിൽ
മൂന്ന് രീതിയിൽ ഈ കാര്യങ്ങൾ നമ്മൾ പഠിക്കുവാൻ ശ്രമിക്കുന്നു. ഒന്ന്, ആ, ഈ ലോകത്തിൽ മൂന്ന് രീതിയിലുള്ള വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് യഹൂദന്, രണ്ടാമത് ജാതികൾ, മൂന്നാമത് ക്രിസ്ത്യാനികൾ. അപ്പോൾ ലോകത്തിൻ്റെ അവസാന സംഭവങ്ങൾ ഈ മൂന്ന് കൂട്ടർക്കും മൂന്ന് രീതിയിലാണ് പഠിക്കുവാൻ നാം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഒരു മുഖവരയായിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. അതായത് അപ്പോൾ നമ്മൾ ജാതികളെന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങൾ, അവർക്ക് എന്ത് സംഭവിക്കും, ഇസ്രായേൽ എന്ത് സംഭവിക്കും, സഭയ്ക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ഏത് കാര്യങ്ങളാണ് സഭയെക്കുറിച്ചുള്ളത്, ഏത് കാര്യങ്ങളാണ് ഇസ്രായേലിനെ കുറിച്ചുള്ളത്, ഏത് കാര്യങ്ങളാണ് ജാതികളെക്കുറിച്ചുള്ളത്. ഈ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പഠിച്ചു വന്നപ്പോൾ നമുക്ക് ജാതികളോടുള്ള അവരോടുള്ള അന്ത്യകാലത്തെ എങ്ങനെയാണ് ജാതികൾക്ക് അല്ലെങ്കിൽ ഈ ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. അതിൻ്റെ ബേസിസ് നമ്മളെടുത്തത് ദാനിയേൽ പ്രവചനത്തിൽ നെബുക്കദ്നേസർ രാജാവ്, ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന നെബുക്കദ്നേസർ രാജാവ് ഒരു രാത്രിയിൽ താൻ വിശ്രമിക്കാൻ വേണ്ടി കിടക്കുവാൻ വേണ്ടി തൻ്റെ പള്ളിമെത്തയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ കൂടി ഒരു ചിന്താഗതി ഉണ്ടായി. എൻ്റെ കാലശേഷം ഈ മഹാസാമ്രാജ്യമായിരിക്കുന്ന ബാബിലോൺ സാമ്രാജ്യത്തിനൊക്കെ എന്ത് സംഭവിക്കുമെന്ന് ഉള്ള ചിന്തയോടുകൂടി അദ്ദേഹം ഉറങ്ങി. ആ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തിന് ഒരു ദർശനം, ഒരു സ്വപ്നം കാണിച്ചു. നമ്മൾ പഠിച്ച വിഷയമാണ് വലിയൊരു പ്രതിമയുടെ ഒരു സ്വപ്നം. ആ സ്വപ്നം അദ്ദേഹത്തിന് എഴുന്നേറ്റപ്പോൾ മറന്നുപോയി. അത് മനസ്സിലാക്കാൻ വേണ്ടി ആ രാജ്യത്ത് ആരുമില്ലായിരുന്നു. എന്നാൽ ദൈവ ആത്മാവ് നിറഞ്ഞവനായ ദാനിയേൽ അത് തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അപ്പോൾ ദാനിയേലിൻ്റെ ആ വെളിപ്പാടിൽ കൂടി 2-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, 44-45 വായിക്കുമ്പോൾ, ആ സ്വപ്നത്തിൽ കൂടി ദൈവം നെബൂഖദ്നേസരിനോട് പറഞ്ഞു, ഈ ലോക സാമ്രാജ്യങ്ങൾക്ക് പല സാമ്രാജ്യങ്ങൾ വരും. അതിനുശേഷം അതിൻ്റെ അവസാനമായിട്ട് 10 രാജാക്കന്മാരുള്ള ഒരു സമയം വരും. ആ സമയത്ത് ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്തൊരു രാജ്യത്വം സ്ഥാപിക്കുമെന്ന് നെബൂഖദ്നേസരിനോട് അദ്ദേഹം ദാനിയേൽ വെളിപ്പെടുത്തി കൊടുക്കുവാൻ സാധിച്ചു. ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിൻ്റെ മറുപടിയാണ് പറഞ്ഞത്. 4 സാമ്രാജ്യങ്ങൾ ഉണ്ടാകും. 4-ാമത്തെ സാമ്രാജ്യത്തിന് അവസാനമായിട്ട് 10 രാജാക്കന്മാരുള്ള ഒരു ഫെഡറേഷൻ ഉണ്ടാകും. ആ സമയത്ത് സ്വർഗത്തിലെ ദൈവം ഒരിക്കലും നശിച്ചു പോകാത്ത സ്വർഗീയ രാജ്യം, ദൈവരാജ്യം സ്ഥാപിക്കും എന്ന് കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ, നമ്മുടെ 3-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ദാനിയേൽ കണ്ട ദർശനത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകരാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് നെബൂഖദ്നേസറിനോട് പറഞ്ഞെങ്കിലും അതിനകത്ത് വേറൊരു വിഷയമുണ്ട്. അതിന് മറുവിഷയം ഉള്ളത്, ലോകരാജ്യങ്ങൾക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ഇസ്രായേലിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, സഭയോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി. ദാനിയേലിന് 4 ദർശനങ്ങൾ ദൈവം കാണിച്ചു. അതിൽ ഒന്നാമത്തേത് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതാണ്, 4 മഹാമൃഗങ്ങളുടെ ദർശനം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിലാണ് അത് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ നമ്മുടെ വിഷയം ദാനിയേലിൻ്റെ 2-ാമത്തെ ദർശനമാണ്. ആട്ടുകൊറ്റനെയും കോലാടിനെയും കുറിച്ചുള്ള ഒരു ദർശനം. അത് ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 8-ാം അധ്യായം മുഴുവനും 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷമായിട്ട് 2 ദർശനങ്ങൾ കൂടി ദാനിയേലിന് ദൈവം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ 4 ദർശനങ്ങൾ ദാനിയേലിന് കൊടുത്തതിൻ്റെ 2-ാമത്തെ ദർശനമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഓർക്കുമ്പോട്ടെ, ഇത് പഠിക്കുമ്പോൾ നിങ്ങളുടെ ദൈവവചനത്തിൽ ഇതിനു മുമ്പ് ഉള്ളവരും നല്ലവണ്ണം പാണ്ഡിത്യമുള്ളവർക്കൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇത് കുറച്ചൊക്കെ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഞാൻ വളരെ സാവകാശത്തിലാണ് പോകുന്നത്. അതുപോലെ ഇതിന് പല ഇൻ്റർപ്രിട്ടേഷൻസ് ഉണ്ട്. അത് ചില കാര്യങ്ങൾ പഠിപ്പിച്ചതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കുകയും, അങ്ങനെ ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നല്ലൊരു ജ്ഞാനം ഉണ്ടാകും.
എന്നാൽ അതിനോട് കൂടെ തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഓർക്കണം. ഈ പഠിക്കുമ്പോൾ തന്നെ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്? ജ്ഞാനം വർദ്ധിപ്പിക്കാനാണെങ്കിലും അതോടുകൂടി തന്നെ ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആ പഠനത്തിൽ നമ്മളെ തന്നെ ഒരുക്കുകയും അനേകരെ വേഗം വരുന്നവനായ കർത്താവിന് വേണ്ടി ഒരുക്കുകയും ചെയ്യുന്നതിന് ഈ പഠനം കാരണമായി തീരണം. അതായിരിക്കണം ഇതിൻ്റെ രണ്ട് ഭാഗങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയം ദാനിയേലിൻ്റെ ദർശനം. പ്രൈസ് ദി ലോർഡ്. അത് ദാനിയേല് ആട്ടുകൊറ്റിനെയും കോലാടിനെയും കുറിച്ചുള്ളൊരു ദർശനമാണിത്. ദ റാം ആൻഡ് ദ ഗോട്ട്. അതിന് മലയാളത്തിൽ ഇതാണ് ഞാൻ കണ്ട വാക്കുകൾ: ആട്ടുകൊറ്റിനും കോലാടിനും. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ അത് പ്രൈസ് ദി ലോർഡ് നിങ്ങൾ 4 പേരെ കൊണ്ട്, ഈ സിസ്റ്റർ അഞ്ജു സാറ, ബിൻസി, എലിസബത്ത്, സെലിൻ കോശി, ഈ 4 പേരാണ് ഇത് വായിക്കാൻ. ആദ്യമായിട്ട് നമുക്ക് ഇതൊന്ന് വായിച്ച് എല്ലാവർക്കും ഒന്ന് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഓരോ ഭാഗമെടുത്ത് ഞാൻ വിവരിക്കാം. അതിനുശേഷമായിട്ട് ഈ ദർശനത്തെ എന്താണെന്ന് ഗബ്രിയേലിനെ അയച്ച് ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് സംസാരിക്കാം. അതിനുശേഷം ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ എന്തെല്ലാം നടന്നു, ഇനി നടക്കാനിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. മിക്കവാറും 1-2 കാര്യങ്ങൾ പഠിക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ സമയം തീരും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. അതുകൊണ്ട് നമുക്ക് ദാനിയേൽ പ്രവചനം അതിൻ്റെ 8-ാം അധ്യായത്തിലേക്ക് കടക്കാം. അത് 4 പേര് ഒരു 6 വാക്യങ്ങൾ വെച്ച് വായിച്ചാൽ, നിങ്ങൾ ഓരോരുത്തരും 6 വാക്യങ്ങൾ വെച്ച്, അഞ്ജു സാറ ആദ്യത്തെ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളും, അതിനുശേഷം നിങ്ങൾ ഓരോരുത്തരും ബിൻസിയും എലിസബത്തും സെലിനും 6 വാക്യങ്ങൾ വീതം വായിച്ചാൽ. ദാനിയേൽ എന്ന എനിക്ക് ആദിയിൽ ഉണ്ടായതിന്റെ ശേഷം ബേൽഷസ്സർ രാജാവിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ഒരു ദർശനമുണ്ടായി. ഞാൻ ഒരു ദർശനം കണ്ടു. ഏലാം സംസ്ഥാനത്തിലെ ശൂഷൻ രാജധാനിയിൽ ആയിരുന്നപ്പോൾ അത് കണ്ടു. ഞാൻ ഊലായിൽ നദീതീരത്ത് നിൽക്കുന്നതായ ദർശനത്തിൽ കണ്ടു. ഞാൻ തലപൊക്കിയപ്പോൾ 2 കൊമ്പുള്ള ഒരു ആട്ടുകൂറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടത് ഒടുക്കം മുളച്ചു വന്നതായിരുന്നു. ആ ആട്ടുകൂറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിന്റെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാവുന്നവരും ആരുമില്ല. അത് ഇഷ്ടം പോലെ ചെയ്ത് വമ്പ് കാട്ടി പോന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോലാട്ടുകൂറ്റൻ പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവ്വഭൂതലത്തിലും കൂടി വന്നു. ആ കോലാട്ടുകൂറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായൊരു കൊമ്പുണ്ടായിരുന്നു. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൂറ്റന്റെ നേരെ ഉഗ്രക്രോധത്തോടെ പാഞ്ഞു ചെന്നു. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് ക്രുദ്ധിച്ചു. അതിനെ ഇടിച്ച് അതിന്റെ കൊമ്പ് 2 തകർത്ത് കളഞ്ഞു. അതിന്റെ മുൻപിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലാതിരുന്നു. അത് അതിനെ നിലത്തു തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിന്റെ കയ്യിൽ നിന്ന് ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. ആട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നു പോയി. അതിനു പകരം ആകാശത്തിലെ 4 കാറ്റിനു നേരെ ഭംഗിയുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിനു നേരെയും ഏറ്റവും വലുതായി തീർന്നു. അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നു. സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അത് സൈന്യത്തിന്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി. അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവന്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. അതിക്രമ ഹേതുവായി നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സേവ നിയമിക്കപ്പെടും. അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി സാധിപ്പിക്കുകയും ചെയ്യും. അനന്തരം ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിച്ചു കൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ, വിശുദ്ധ മന്ദിരത്തെയും സേവയെയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കുമെന്ന് ചോദിച്ചു. അതിനവൻ അവനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയുവോളം തന്നെ.
പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. എന്നാൽ സിസ്റ്റർ ദാനിയേൽ എന്ന ഞാൻ ഈ ദർശനം കണ്ടിട്ട് അർത്ഥം ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പുരുഷരൂപം എന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. ഗബ്രിയേലെ, ഇവൻ ഈ ദർശനം ഗ്രഹിപ്പിച്ചു കൊടുക്ക എന്ന് ഊലായി തീരത്തു നിന്ന് വിളിച്ചു പറയുന്ന ഒരു മനുഷ്യന്റെ ശബ്ദം ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ നിന്നിടത്ത് അവൻ അടുത്തു വന്നു. അവൻ വന്നപ്പോൾ ഞാൻ ഭയപ്പെട്ട് സാഷ്ടാംഗം വീണു. എന്നാൽ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഗ്രഹിച്ചു കൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിണ്ണു വീണു. അവൻ എന്നെ തൊട്ട് എഴുന്നേൽപ്പിച്ച് നിർത്തി. സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലില്ല, പറഞ്ഞു പൊക്കോ, ഇനിയിപ്പം പിന്നെ പറയാം. പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തിങ്കൽ സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. അത് അന്ത്യകാലത്തേക്കുള്ളതല്ലോ. 2 കൊമ്പുള്ളതായി നീ കണ്ട ആറ്റുകൊറ്റൻ പാർസ്യ രാജാക്കന്മാരെ കുറിക്കുന്നു. പരുവരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1-ാമത്തെ രാജാവും ആകുന്നു. അത് തകർന്ന ശേഷം അതിന് പകരം 4 കൊമ്പ് മുളച്ചതോ 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. അതിന്റെ ശക്തിയോടെ അല്ലതാനും. എന്നാൽ അവരുടെ രാജത്വത്തിന്റെ അന്ത്യകാലത്തെ അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാൽ അല്ലതാനും. അവൻ അതിശയമാവണ്ണം നാശ പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് നിശ്ചിന്തയോടിരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്തുനിന്ന് കൈതൊടാതെ തകർന്നു പോവുകയും ചെയ്യും. സന്ധ്യകളെയും ഉഷസ്സുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാവുന്നു. ദർശനം ബഹുകാലത്തേക്കുള്ളതാകിയാൽ അതിനെ അടച്ചുവെക്കാം. എന്നാൽ മതി സിസ്റ്റർ, താങ്ക് യു. അപ്പോൾ ഞാനിത് വായിപ്പിച്ചതിൻ്റെ പ്രധാന വിഷയം ഇത് എല്ലാം ഒന്ന് പൊതുവായിട്ടൊന്ന് കേൾക്കാൻ വേണ്ടിയാണ്. അതിനുശേഷമായിട്ട് നമ്മൾ ഓരോ ഭാഗമെടുത്ത് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ദാനിയേൽ കണ്ട ദർശനമാണ്. 15 മുതൽ അതിൻ്റെ 26 വരെയുള്ള വാക്യങ്ങൾ ആ ദർശനത്തെ ദാനിയേൽ അത് എന്താണെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ദൈവം തന്നെ തൻ്റെ ദൂതനെ അയച്ച് വിട്ട് ആ ദർശനം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ദാനിയേലിന് മനസ്സിലാക്കി കൊടുത്ത ദർശനത്തിൻ്റെ വ്യാഖ്യാനമാണ് അതിൻ്റെ 15-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെ. 27-ാം വാക്യം വായിക്കാഞ്ഞതിൻ്റെ കാര്യം മറ്റൊന്നുമില്ല. 27-ാം വാക്യത്തിൽ ദാനിയേൽ പറയുന്നു, ഇതെല്ലാം കണ്ട് ഞാൻ വളരെ ദുഃഖിതനായി ശരീരത്തിൽ സൗഖ്യമില്ലാതെ കിടന്ന ഒരവസ്ഥയിലേക്ക് വരുന്നതായിട്ട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ കാണുന്ന ആദ്യത്തെ വിഷയം, ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ദർശനത്തിൻ്റെ പശ്ചാത്തലം എവിടാണെന്ന് ഇതിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ 3rd year of the reign of King Belshazzar, a vision appeared to me, Daniel, after the one that appeared to me the first time. I saw the vision, and it so happened while I was looking that I was in Shushan, the citadel, which is in the province of Elam, and I saw in the vision that I was by the river Ulai. ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ആദ്യത്തെ 2 വാക്യങ്ങളാണ് ദാനിയേലിൻ്റെ ദർശനത്തിൻ്റെ പശ്ചാത്തലം. എന്ന് പറഞ്ഞാൽ ചരിത്രപരമായി ഷുഷാൻ എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് സൂസ എന്ന് പറയപ്പെടുന്ന മീദോ പേർഷ്യൻ സാമ്രാജ്യത്തിലെ ഒരു സ്ഥലമാണ്. അവിടെ വെച്ചാണ് ദാനിയേൽ ഇത് കാണുന്നതായിട്ട്, ദാനിയേൽ അവിടെ നിന്ന് ഇത് കാണുന്നതായിട്ടാണ് തൻ്റെ ദർശനം. ഇപ്പോൾ അതെവിടെയാണെന്ന് ചോദിച്ചാൽ തെക്ക് പടിഞ്ഞാറൻ ഇറാനിനെ കുറിച്ച് നമ്മളെല്ലാം ഒത്തിരി കേട്ട് ഈ ദിവസങ്ങളിലെ യുദ്ധങ്ങളൊക്കെ. ആ ഇറാൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉള്ള അന്നത്തെ ആ നഗരം ഇപ്പോൾ ഉള്ളത്. അത് അവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ അത് ഒത്തിരി നഷ്ടപ്പെട്ട് നശിച്ച് കിടക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കാണപ്പെടുന്നത്. പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ബെൽഷസ്സർ രാജാവിൻ്റെ 3-ാം വർഷം. നമ്മൾ ദാനിയേലിൻ്റെ ആദ്യത്തെ ദർശനം നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായി, ബെൽഷസ്സർ രാജാവിൻ്റെ വാഴ്ചയുടെ 1-ാം വർഷം. ആ 1-ാം വർഷം എന്ന് പറയുന്നത് BC 553.
ഇപ്പോൾ ബെൽഷസ്സർ രാജാവിന് 3-ാം വർഷം 551. ഈ BC-യിലോട്ട് പറയുമ്പോഴത്തേക്ക് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പറിലേക്ക് ഇങ്ങനെ പോവുകയാണത്, AD വരുന്നിടം വരെ. അപ്പോൾ 553 കഴിഞ്ഞ് 3 വർഷമാകുമ്പോൾ ഇപ്പോൾ 551. ഇതാണ് അതിൻ്റെ പശ്ചാത്തലം. ഇവിടെ വെച്ചാണ് താനിപ്പം ശൂഷൻ രാജധാനിയിൽ അവിടെ ഇലാം എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള ആ നദി, ഊലായി എന്ന് പറയുന്ന നദിയുടെ അരികിൽ വെച്ചാണ് താൻ നിൽക്കുന്നതായിട്ടും ഈ സംഭവം കാണുന്നതായിട്ടും താൻ മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇനിയും ഈ ആട്ടുകൊറ്റനെ കുറിച്ച്, ഇതാണ് ആട്ടുകൊറ്റൻ. ഞാനിത് ഒരു പടമെടുത്ത ഇതൊക്കെ യഥാർത്ഥമായിട്ട് ഇങ്ങനെയല്ല ഈ ആട്ടുകൊറ്റൻ നിൽക്കുന്നത്. എന്നാലും ഈ ആട്ടുകൊറ്റൻ റാം എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇതാണ്. 2 കാര്യങ്ങൾ. 2 കൊമ്പുള്ള ഒരു ആട്ടുകൊറ്റൻ നദീതീരത്ത് നിൽക്കുന്നത് കണ്ടു. ആ കൊമ്പുകൾ നീണ്ടവയായിരുന്നു. ഒന്ന് മറ്റേതിനേക്കാൾ അധികം നീണ്ടതും അത് നീണ്ടത് ഉടുക്കം മുളച്ചു വന്നതുമായിരുന്നു. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിൻ്റെ മുമ്പാകെ നിൽപ്പാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനും ആരുമില്ല. അതിഷ്ടം പോലെ ചെയ്ത് വമ്പ് കാട്ടിപ്പോന്നു. ഇതാണ് താൻ കാണുന്ന ദർശനം. ഇതിൻ്റെ അർത്ഥവും വ്യാഖ്യാനമൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മൃഗം, ഒരു വലിയ ഒരാട്, ഒരു ആട്ടുകൊറ്റൻ, അതിൻ്റെ 2 കൊമ്പുകൾ. ഇത് വ്യാഖ്യാനം പിന്നെ ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി മാത്രം. ഈ 2ാമത്തെ മൃഗം 2ാമത്തെ സാമ്രാജ്യമായിരിക്കുന്ന മീഡോ പേർഷ്യൻ സാമ്രാജ്യത്തെ കാണിക്കുന്നതാണ്. അത് നെബൂഖദ്നേസറിൻ്റെ ഇമേജിൽ നമ്മൾ പഠിക്കുമ്പോൾ 2ാമത്തെ ആ ഭാഗം, പ്രൈസ് ദി ലോർഡ്, അത് ആ നെഞ്ചും ആ ഭാഗത്താണ് 2 മീഡോ പേർഷ്യൻ. അവിടെ നമ്മൾ ആ കരടി ഒരു ഭാഗം പൊങ്ങിയും മറ്റേ ഭാഗം താന്നു ഇരിക്കുന്നത് കണ്ടു. അത് മേദ്യര് പേർഷ്യനെ 2 കാര്യങ്ങൾ കാണിക്കുന്നതാണ്. അതിൽ മേദ്യര് ശക്തി കുറഞ്ഞു വരും, പേർഷ്യൻ കുറച്ച് ശക്തി കൂടി വരും. അതേ കാര്യമാണ് ഈ സ്വപ്നത്തിൽ കൂടി ദാനിയേലിനും കാണിച്ചു കൊടുക്കുന്ന. ഇത് 2ാമത്തെ രാജ്യമായിരിക്കുന്ന മീദോ പേർഷ്യൻ രാജ്യത്തിന് സ്വപ്നത്തിൽ അതിൽ ഈ ദർശനത്തിൽ ഒരു റാമിൻ്റെ, ഒരു ആട്ടുകൊറ്റൻ്റെ ഛായൽ കാണിക്കുകയാണ്. ഈ 2 കൊമ്പ്, ഒന്ന് മേദ്യ രാജ്യവും മറ്റേത് പേർഷ്യൻ രാജ്യവും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കൂടുതലായിട്ട് പിന്നീട് നമ്മളെ അതിനെക്കുറിച്ച് ചിന്തിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവഭൂതലത്തിലും കൂടി വന്ന് ഒരു കോലാട്ടുകൊറ്റന് കണ്ണുകളുടെ നടുവിൽ വിശേഷമായ ഒരു കൊമ്പുണ്ടായിരുന്ന ഒരു കോലാട്ടുകൊറ്റൻ. പ്രൈസ് ദി ലോർഡ്. അത് നദീതീരത്ത് നിൽക്കുന്നതായി ഞാൻ കണ്ട 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ്റെ നേരെ ഉഗ്രക്രോധത്തോടെ പാഞ്ഞു ചെന്നു. അത് ആട്ടുകൊറ്റനോട് അടുക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് ക്രൂത്തിച്ചു, അതിനെ ഇടിച്ച് അതിൻ്റെ കൊമ്പ് 2ഉം തകർത്ത് കളഞ്ഞു. അപ്പം ചിന്തിക്കണേ, ഈ ആട്ടുകൊറ്റൻ ആ നദീതീരത്ത് നിൽക്കുന്നു. അത് തെക്കോട്ടും വടക്കോട്ടും എല്ലാ ഭാഗങ്ങളിലൂടെയും ഇടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സാമ്രാജ്യം പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ വായിച്ചു, ഈ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിച്ചു ഞാൻ കണ്ടു. ഒരു മൃഗത്തിനും അതിനു മുമ്പാകെ നിൽപ്പാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ മീദോ പേർഷ്യൻ സാമ്രാജ്യത്തിന് മുമ്പിൽ അന്ന് നിൽക്കാൻ വേറെ ആ സമയത്തുള്ള ഒരു രാജ്യത്തിനും സാധിച്ചില്ല. അത് ഇഷ്ടം പോലെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴും നമുക്കറിയാം ഈ റഷ്യൻ ഇറാനിയൻ ഇത് നമ്മൾ കണ്ടു. അവർ വളരെ ഭീകരമായൊരു രാജ്യമാണ്. ഇത്ര വലിയ രാജ്യമായിരിക്കുന്ന അമേരിക്കയോടും ഇസ്രായേലിനോടൊക്കെയും യുദ്ധം ചെയ്ത് നിൽക്കാൻ അവർക്ക് സാധിച്ചു. അവർ കംപ്ലീറ്റ് ആയിട്ടൊന്നും നശിച്ചു പോയിട്ടില്ല. അങ്ങനെയുള്ള സാമ്രാജ്യമാണ് ഈ മീഡോ പേർഷ്യൻ സാമ്രാജ്യം. ഇപ്പോഴത്തെ ഇറാൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം, അത് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഇതാ വേറൊരു കോലാട്ടുകൊറ്റൻ, ഹീ ഗോട്ട്, അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് പടിഞ്ഞാറ് നിന്ന് നിലം തൊടാതെ സർവഭൂമിയിലും കൂടി വന്നു. അപ്പം ഞാനത് വേറൊരു പടം നിങ്ങളെ കാണിക്കാം. ഇതാണ് അത്. നിങ്ങൾ ചുവന് കാണാൻ സാധ്യമല്ല. ഇത് ഓടി വരുന്ന ഒരു കോലാട്ടുകുറ്റൻ. അതിങ്ങനെ ഓടി
ഒരു ഇമേജായിട്ട് കാണിക്കുകയാണ്. ലോകത്തിലെ എല്ലാവരും തൊടാതെ ഇങ്ങനെ വരികയാണ്. ഇത് ഞാനൊരു പടം എടുത്ത ഇത് കറക്റ്റായിട്ടൊന്നും കാണത്തില്ല. എന്നാൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണും വലിയൊരു കൊമ്പ്. ഇത് കണ്ടോ, ഒറ്റ കൊമ്പേ ഉള്ളൂ. മറ്റേതിന് മറ്റേ ഇതിന് 2 കൊമ്പുണ്ടായിരുന്നു, ഇതിന് 1 കൊമ്പ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു കൊമ്പ് നമ്മൾ വായിച്ചു. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് നമ്മളിവിടെ വായിക്കുന്നത് കാല് തൊടാതെ ആരും ആട്ടുകൊറ്റനോട് അടയ്ക്കുന്നത് ഞാൻ കണ്ടു. അത് ആട്ടുകൊറ്റനോട് ക്രൂത്തിച്ചു, അത് ഇടിച്ച് അതിൻ്റെ കൊമ്പ് 2ഉം തകർത്ത് കളഞ്ഞു. അതിൻ്റെ മുമ്പിൽ നിൽപ്പാൻ ആട്ടുകൊറ്റന് ശക്തിയില്ലായിരുന്നു. അത് അതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞ് അതിൻ്റെ നേരെ കയ്യിൽ നിന്നും ആട്ടുകൊറ്റനെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വളരെ ശക്തിയോടെ ഓടി വരുന്ന ഒരു ആട്ടുകൊറ്റനെയാണ് നമ്മളിവിടെ, കോലാട്ടുകൊറ്റനാണ് നമ്മളിവിടെ കാണുന്നത്. അതാണ് 3ാമത്തെ സാമ്രാജ്യം. ഇപ്പോൾ ഞാനൊരു ചോദ്യം ഒന്ന് ചോദിക്കാൻ പോവാണ്. നിങ്ങളെല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് 2 സെക്കൻഡ് എടുക്കാവൂ. നെബൂഖദ്നേസർ ദാനിയേലിൻ്റെ മൃഗങ്ങളുടെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ 3ാമത്തെ സാമ്രാജ്യം ആരായിരുന്നു? ദാനിയേലിനെ ഗ്രീക്ക്. സോ ദിസ് ഈസ് ദ ഈ കോലാട്ടുകൊറ്റും. താങ്ക് യു. ഇനി എല്ലാവരും മ്യൂട്ട് ചെയ്ത് സാമ്രാജ്യം അപ്പൊ പെട്ടെന്ന് നോക്കണ്ടേ, കുഴപ്പമില്ല, എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്തോ. ഇനി അത് വരുന്ന പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ കോലാട്ടുകൊറ്റൻ എന്ന് പറയുന്നത് ഈ ഗ്രീക്ക് സാമ്രാജ്യത്തെ ആണ് കാണിക്കുന്നത്. ആ ഗ്രീക്ക് സാമ്രാജ്യം വന്ന് ഈ മീഡോ പേർഷ്യൻ സാമ്രാജ്യത്തെ കംപ്ലീറ്റ് ആയിട്ട് സമ്പൂർണമായിട്ട് നശിപ്പിച്ച് അതിനെ ഇല്ലാതാക്കി ശക്തിയോടെ മുമ്പോട്ട് പോവുകയാണ്. ഇനിയും ഈ മൃഗത്തെക്കുറിച്ച് പറയുമ്പോൾ കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നു പോയി. അതിനു പകരം ആകാശത്തിലെ 4 കാറ്റുകളുടെ നേരെ ഭംഗിയായുള്ള 4 കൊമ്പ് മുളച്ചു വന്നു. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അർത്ഥം വീണ്ടും ഞാൻ പറയാം, എന്നാലും നിങ്ങൾ മനസ്സിലാക്കി വേണമല്ലോ മുമ്പോട്ട് പോകാൻ. അപ്പോൾ ഈ കോലാട്ടുകൊറ്റൻ ഇങ്ങനെ പടിഞ്ഞാറ് നിന്ന് വളരെ ശക്തിയോടെ വന്ന് ഈ കോലാട്ടുകൊറ്റനെ ഇടിച്ച് അതിനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മീഡോ പേർഷ്യൻ സാമ്രാജ്യത്തെ നശിപ്പിച്ചു. അതിനുശേഷം അവിടെ ഇരിക്കുന്ന കോലാട്ടുകൊറ്റൻ ഏറ്റവും വലുതായി തീർന്നു എന്ന് പറഞ്ഞാൽ അത് അവിടെ നമ്മൾ കേൾക്കുന്നത് ബാബിലോൺ സാമ്രാജ്യം മുതൽ നോർത്ത് ഇന്ത്യ വരെ ഈ സാമ്രാജ്യം ഗ്രീഷ്യൻ സാമ്രാജ്യം എന്നും അലക്സാണ്ടർ ദ ഗ്രേറ്റ്, അതാണ് ഇവിടെ കാണുന്ന കൊമ്പ്. എന്നാൽ അത് മുമ്പേ കാണിച്ച കൊമ്പ്, ഈ കൊമ്പ് ഒരു കൊമ്പുള്ള ഈ കോലാട്ടുകൊറ്റൻ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ രാജാവായിരിക്കുന്ന അലക്സാണ്ടർ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടറിനെ കാണിക്കുന്നതാണ്. അത് കഴിഞ്ഞ് അവിടെ പറയുന്നത്, എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പ് തകർന്നു പോയി എന്ന് പറഞ്ഞാൽ ഈ ഗ്രീക്ക് സാമ്രാജ്യം വളരെയധികം ശക്തിയോടെ വന്നപ്പോൾ പെട്ടെന്ന് ഈ അലക്സാണ്ടർ മരിച്ചു പോകാനിടയായിത്തീർന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു മാർഷ് ഫീവർ പിടിച്ച് 30-31 വയസ്സുള്ളപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചുപോയി. ലോകം അറിയപ്പെടുന്ന മിലിറ്ററി കമാൻഡേഴ്സിൽ ഏറ്റവും വളരെയധികം പ്രശസ്തി ആർജിച്ച വ്യക്തിയാണ് അലക്സാണ്ടർ. ചുരുങ്ങിയ ഒരു കാലം കൊണ്ട് ലോകം മുഴുവനും കീഴടക്കി ഇന്ത്യ സാമ്രാജ്യം വരെയും അടുത്തു വന്ന് അത്രമാത്രം പ്രശസ്തി ആർജിച്ച വ്യക്തിയായിരുന്നെങ്കിലും പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു പനി വന്ന് ഒരു രോഗം വന്ന് താൻ പെട്ടെന്ന് പോയി. അതാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ അത് ബലപ്പെട്ടപ്പോൾ വലിയ കൊമ്പുകൾ തകർന്നുപോയി. അതിന് പകരം ആകാശത്തിലെ 4 കാറ്റുകളുടെ നേരെ ഭംഗിയായുള്ള 4 കൊമ്പുകൾ മുളച്ചു വന്നു. ആകാശത്തിലെ 4 കാറ്റെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂലോകം മുഴുവനും വ്യാപരിക്കത്തക്ക രീതിയിൽ ഈ സാമ്രാജ്യം വന്നു. എന്നാൽ അവിടെ ഒരു വ്യത്യാസം കാണുന്നത്, ഈ ഒരു കൊമ്പ് പോയിട്ട് ഇപ്പോൾ ഒന്ന് നോക്കുക, ഇതിന് എത്ര കൊമ്പുണ്ട്? 4 കൊമ്പുകൾ. ഇത് ഞാൻ വരച്ചൊക്കെ ശരിയാക്കിയതാണ്, ഒരു പടം എടുത്തിട്ട് വരച്ചതാണ്. ഇവിടെ ഒരു വലിയ കൊമ്പ് കാണാൻ സാധിക്കും, വേറൊരു കൊമ്പ്, പിന്നെ ഇവിടെ വേറൊരു കൊമ്പ്, 4 കൊമ്പുകൾ. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ ഈ 4 കൊമ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ മഹാനായിരിക്കുന്ന ആദ്യത്തെ രാജാവായിരിക്കുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ് മരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം
4 സാമ്രാജ്യങ്ങളായിട്ട് ഭാഗിച്ചു. ആ 4 സാമ്രാജ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ 4 കമാൻഡേഴ്സിൻ്റെ കീഴിലായി. അതാണ് ഇവിടെ നമ്മൾ വായിച്ചത്. അതിനു പകരം ആകാശത്തിലെ 4 കാറ്റ് നേരെ ഭംഗിയുള്ള 4 കൊമ്പുകൾ മുളച്ചു വന്നു. എന്നാൽ അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ വായിച്ചു, എന്നാൽ ഈ സാമ്രാജ്യങ്ങൾ അതിൻ്റെ ആദ്യത്തെ സാമ്രാജ്യങ്ങൾ അത്രയും ശക്തി ഉള്ള സാമ്രാജ്യങ്ങളായിരുന്നില്ല. അതിനെക്കുറിച്ച് നമുക്കിനിയും വീണ്ടും പിന്നീട് പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹർ ദേശത്തിന് നേരെയും ഏറ്റവും വലുതായി തീർന്നു. അത് ഈ പടത്തിൽ ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഇത് കണ്ട ഒരു ചെറിയൊരു കൊമ്പ്. അപ്പോൾ ഈ 4 കൊമ്പുകളുടെ ഇടയിൽ 4 കൊമ്പിൻ്റെ ഇടയിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്നിട്ട് ആ ചെറിയ കൊമ്പ് എന്താണ് അവിടെ ഇരിക്കുന്നത്? ആ ചെറിയ കൊമ്പ് അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിന് നേരെയും ഏറ്റവും വലുതായിട്ട് എന്ന് പറഞ്ഞാൽ ഈ 4 കമാൻഡേഴ്സിനെക്കാളും ശക്തിയുള്ള ഒരു രാജാവ് അവിടെ എഴുന്നേറ്റു. അദ്ദേഹം കിഴക്കോട്ടും തെക്കോട്ടും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശക്തി, ആ രാജ്യത്തിൻ്റെ ശക്തി വളരെയധികം ഉണ്ടായിരുന്നു. അത് മനോഹര ദേശം എന്ന് പറയുന്നത് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നതാണ്. ഇമ്പദേശം, മനോഹര ദേശം, അതിൻ്റെ നേരെയും വലുതായി തീർന്ന ഒരു ശക്തിയായിട്ട് മാറി. അപ്പോൾ ഞാൻ ഒരു കാര്യം ഇവിടെ നിർത്തിയൊന്ന് പറയട്ടെ. നമ്മൾ തുടങ്ങിയത് ഈ മീഡോ പേർഷ്യൻ സാമ്രാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു, 2 കൊമ്പുകൾ. അതിനുശേഷമായിട്ട് നമ്മൾ അത് ഇല്ലാതാക്കിയ ഈ ഗ്രീക്ക് സാമ്രാജ്യം, അതിൻ്റെ പ്രധാന രാജാവായിരിക്കുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ്, വലിയൊരു കൊമ്പ്. അതിന് ശേഷമായിട്ട് ആ ഒരു കൊമ്പ് പോയിട്ട് ആ കോലാട്ടുകൂറ്റൻ വളരെയധികം വളർന്ന് 4 കൊമ്പുകൾ ഉള്ള ഒരു സാമ്രാജ്യമായിട്ട് മാറി. ആദ്യത്തെ കൊമ്പ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് രോഗം കൊണ്ട് താൻ മരിച്ചുപോയി. അതിനുശേഷമായിട്ടുള്ള 4 കൊമ്പുകൾ, 4 കമാൻഡേഴ്സ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ വേറൊരു കൊമ്പ് വന്നു. ഇനിയുമുള്ള നമ്മുടെ ഈ ബാക്കിയ ഉള്ള ഈ 15-ാമത്തെ വാക്യം വരെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഉള്ള അത് ഈ കൊമ്പിനെ കുറിച്ച് സംസാരിക്കുന്ന വിഷയമാണ്. 14 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 9 മുതൽ 14 വരെ ഈ കൊമ്പുകളെ കുറിച്ച് സംസാരിക്കുന്ന വിഷയമാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ 8-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോൾ അതിൻ്റെ 1ഉം 2ഉം വാക്യങ്ങൾ വായിച്ച് ഇതായിട്ട് വന്നപ്പോൾ നമ്മൾ ഈ കോലാട്ടുകൂറ്റനെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം ഇപ്പോൾ ഇനിയും ഈ ഇവിടം വരെയുള്ള വാക്യങ്ങൾ, ബാക്കിയുള്ള ഭാഗങ്ങൾ 14 വരെയുള്ളത് ഈ ചെറിയ കൊമ്പിനെ കുറിച്ച് ആണ് നമ്മൾ പഠിക്കുന്നത്. വായിക്കാം. അതിനെക്കുറിച്ച് 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവയിൽ ഒന്നിൽ നിന്ന് ഒരു ചെറിയ കൊമ്പ് പുറപ്പെട്ടു. അത് തെക്കോട്ടും കിഴക്കോട്ടും മനോഹര ദേശത്തിന് നേരെയും ഏറ്റവും വലുതായി തീർന്നു. അത് ആകാശത്തിലെ സൈന്യത്തോളം വലുതായി തീർന്നു. സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിലതിനെ നിലത്ത് തള്ളിയിട്ട് ചവിട്ടിക്കളഞ്ഞു. അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് ഞാൻ പിന്നെ പറയാം. എന്ന് പറഞ്ഞാൽ തൽക്കാലം ഈ കൊമ്പ്, ഈ ചെറിയ കൊമ്പ് വളരെ വർദ്ധിച്ച് ബലപ്രദമായി തീർന്നു. ലോകത്തുള്ള ഏത് രാജ്യങ്ങളെയും എതിർക്കാൻ തക്കവണ്ണം കഴിവുള്ള രീതിയിലേക്ക് വളർന്നു വന്ന ഒരു സംരംഭമാണ് ഇവിടെ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ആ കൊമ്പിനെക്കുറിച്ച്, ചെറിയ കൊമ്പിനെക്കുറിച്ച് വീണ്ടും പറയുമ്പോൾ അത് സൈന്യത്തിൻ്റെ അധിപതിയോളം തന്നെത്താൻ വലുതാക്കി. സൈന്യത്തിൻ്റെ അധിപതി എന്ന് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തെക്കുറിച്ചാണ്. അവനുള്ള നിരന്തര ഹോമയാഗം അപഹരിക്കുകയും അവൻ്റെ വിശുദ്ധ മന്ദിരം ഇടിച്ചു കളയുകയും ചെയ്തു. അപ്പോൾ ഈ മൂന്നാമത്തെ ഈ ചെറിയ കൊമ്പ്, 3-ാമത്തെ അല്ല 5-ാമത്തെ ഈ ചെറിയ കൊമ്പ് അത് വളരെയധികം ശക്തി പ്രാപിക്കുകയും വളരെയധികം വളർന്നു കഴിയുകയും ചെയ്തപ്പോൾ ലോകരാജ്യങ്ങളെ വളരെയധികം ഭീഷണിപ്പെടുത്തി. ഇസ്രായേലിനോട് പോലും തന്നെ ഭീഷണിയായിട്ട് തോന്നുന്നു. അതിലുള്ള ഇസ്രായേലിലുള്ള ചില വലിയ വ്യക്തികൾ, അതാണ് സ്റ്റാർസ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ സൈന്യത്തോളം വലുതായ സൈന്യത്തിലും നക്ഷത്രങ്ങളിലും ചിനെ നിലത്ത് വിട്ടെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ പ്രധാന വ്യക്തികളൊക്കെ നശിപ്പിച്ചു. അതുമാത്രമല്ല, അവൻ ദൈവത്തെ വരെ വേണ്ടാത്ത രീതിയിലുള്ള സംസാരങ്ങൾ, ഹോമയാഗം നിർത്തി, വിശുദ്ധ മന്ദിരം അത് ഇളക്കുകയും ചെയ്തു. അതിക്രമം ഹേതുവായി
നിരന്തര ഹോമയാഗത്തിനെതിരായി ഒരു സമയം നിയമിക്കപ്പെട്ടു. അത് സത്യത്തെ നിലത്ത് തള്ളിയിടുകയും കാര്യം നടത്തി കൈകാര്യം സാധിപ്പിക്കുകയും ചെയ്തു. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ തന്നെ ഒരു അർത്ഥമുണ്ട്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഇംഗ്ലീഷിലെ 11 മുതൽ 12 വരെ വാക്യങ്ങൾ. He even exalted himself as high as the prince of the host, and by him the daily sacrifice was taken away, and the place of his sanctuary was cast down. Because of transgression, an army was given over to the horn to oppose the daily sacrifice. അന്ന് അവന് ഭയങ്കര ഒരു ആർമി ഉണ്ടായിരുന്നു ഈ ഡെയിലി സാക്രിഫൈസ് എല്ലാം നശിപ്പിച്ച് കളയാൻ വേണ്ടി. ആൻഡ് ഹി കാസ്റ്റ് ട്രൂത്ത് ഡൗൺ ടു ദ ഗ്രൗണ്ട്. ഹി ഡിഡ് ഓൾ ദിസ് ആൻഡ് പ്രോസ്പെർഡ്. ഇതെല്ലാം ചെയ്ത് താൻ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ ചെറിയ കൊമ്പിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വായിച്ച് തിരിച്ചു വരാം. 13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം ഞാൻ ഒരു വിശുദ്ധൻ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സംസാരിച്ചുകൊണ്ടിരുന്ന വിശുദ്ധനോട് മറ്റൊരു വിശുദ്ധൻ വിശുദ്ധ മന്ദിരത്തെയും സേവയും ചവിട്ടിക്കളയേണ്ടതിന് ഏൽപ്പിച്ചു കൊടുപ്പാൻ തക്കവണ്ണം നിരന്തര ഹോമയാഗത്തെയും ശൂന്യമാക്കുന്ന അതിക്രമത്തെയും കുറിച്ച് ദർശനത്തിൽ കണ്ടിരിക്കുന്നത് എത്രത്തോളം നിൽക്കും എന്ന് ചോദിച്ചു. അത് ഇംഗ്ലീഷിൽ ഒന്നുകൂടെ വായിക്കാം. നിങ്ങളെ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് അത് കുറച്ചുകൂടെ ഒരു നല്ല രീതിയിൽ മനസ്സിലാകും. Then I heard a holy one speaking, and another holy one said to that certain one who was speaking, how long will the vision be concerning the daily sacrifice and the transgression of desolation, the giving of both the sanctuary and the host to be trampled underfoot? And he said to me, for 2,300 years, 200 days, 2,300 days, then the sanctuary will be cleansed. Okay, so എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, ഇതാണ് ദാനിയേലിന്റെ രണ്ടാമത്തെ ദർശനം. ചുമ്മാതല്ല ദാനിയേൽ അസുഖം പിടിച്ചത്. ഇത്രയും ഭീകരമായിരിക്കുന്ന ദർശനമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ മനസ്സിൽ വല്ലാതെ രീതി രാത്രി കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തനിക്ക് വളരെയധികം അസ്വാസ്ഥ്യം തോന്നിച്ചു. കാരണം ഇത്ര ഭീകരമായ ഈ സ്വപ്നം കണ്ട്. എന്നാൽ ഈ സ്വപ്നം താൻ കണ്ടിത് എന്താണെന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം തൻ്റെ ദൂതനായിരിക്കുന്ന ഗബ്രിയേലിനെ അയച്ചിട്ട് ഇതിൻ്റെ ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. ആ വ്യാഖ്യാനം കൂടെ വായിച്ച് പറഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് വീണ്ടും സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതൊന്ന് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ എന്നൊന്ന് ചോദിക്കട്ടെ. മനസ്സിലാകുന്നതൊക്കെ ഒന്ന് കൈ ഉയർത്തി ഒന്ന് കർത്താവിനെ ചോദിച്ചാൽ, ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇതൊന്നുകൂടെ പറയാം. ഓക്കെ, ഒരാളെ എല്ലാവരും മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ആണെങ്കിൽ നമുക്ക് തുടരാം. ഓക്കെ, ദർശനത്തിന്റെ വ്യാഖ്യാനം. രണ്ട് കാര്യങ്ങൾ ഈ വ്യാഖ്യാനത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണാൻ താല്പര്യപ്പെടുകയാണ്. 8-ാമത്തെ 17-ാം വാക്യത്തിൽ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഈ ഗബ്രിയേൽ ദാനിയോട് പറയുമ്പോൾ ഈ ദർശനത്തെക്കുറിച്ച് പ്രത്യേക കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മനുഷ്യപുത്ര, ഗ്രഹിച്ചുകൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നുവെന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് നമ്മുടെ ഒരു വിഷയം. നമ്മൾ അന്ത്യകാല പ്രവചനങ്ങളാണ് പഠിക്കുന്നത്. അന്ത്യകാലത്ത് ഈ ലോകരാഷ്ട്ര സാമ്രാജ്യങ്ങൾക്ക്, യഹൂദന്, സഭയ്ക്ക് എന്ത് സംഭവിക്കും? അപ്പോൾ ദാനിയേൽ പ്രവചനം അന്ത്യകാലത്തേക്കുള്ളതാണെന്നുള്ള ആ വിഷയം നമ്മൾ മറന്നുപോകും. രണ്ടാമത് അതിൻ്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ കോപത്തിൻ്റെ അന്ത്യകാലത്തിങ്കൽ, 19-ാം വാക്യം 5 സിസ്റ്റർ അതിൻ്റെ 19-ാം വാക്യം വായിച്ചിട്ട്. പിന്നെ അവൻ പറഞ്ഞത്, കോപത്തിന്റെ അന്ത്യകാലത്തിങ്കൽ സംഭവിപ്പാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. ഒന്ന് നിർത്തിയാണ്. കോപത്തിന്റെ അന്ത്യകാലം. ആർക്കെങ്കിലും അറിയാവോ എന്താ കോപത്തിന്റെ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ ട്രിബുലേഷൻ ടൈം. ഇത് നമ്മൾ മുമ്പ് ഇത് കഴിഞ്ഞ് നമ്മൾ പഠിക്കുന്ന വിഷയങ്ങളാണ്. ട്രിബുലേഷൻ എന്ന് പറയുന്നത് 7 വർഷത്തേക്കാണ് മഹോദ്രവം. അതിൻ്റെ അവസാനത്തെക്കുറിച്ചുള്ള കാര്യമാണ് ഇവിടെ ഇപ്പോൾ പറയുന്നതെന്നാണ് ദാനിയേലിനോട് ഗബ്രിയേൽ പറയുന്നത്. വാട്ട് ഷാൽ ഹാപ്പൻ ഇൻ ദ ലാറ്റർ ടൈം ഓഫ് ദ ഇൻഡിഗ്നേഷൻ. എന്നിട്ട് ഞാനിവിടെ ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്.
സംഭവിക്കാൻ കോപത്തിൻ്റെ അന്ത്യകാലത്തെങ്കിൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ക്രോപത്തിൻ്റെ അന്ത്യകാലം എന്ന് മാത്രമല്ല, അന്ത്യകാലം 7 വർഷമാണ്. എന്നാൽ ആ ക്രോപത്തിൻ്റെ അന്ത്യകാലത്തെക്കുറിച്ച് ഉള്ള വിഷയമാണ് ഈ ദർശനത്തിൽ കൂടി ദാനിയേലിന് വെളിപ്പെടുത്തുന്നത്. ഇനി നമുക്ക് തിരിച്ചു പോയി ആ ഭാഗങ്ങൾ വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വാക്യങ്ങൾ ബിൻസി വായിച്ചാൽ. 20 മുതൽ 22. രണ്ടുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസി രാജകുമാരെ കുറിക്കുന്നു. സിസ്റ്റർ നിർത്തി വായിക്കാം. ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാം. 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാഴ്സ്യ രാജാക്കന്മാരെ കാണിക്കുന്നു. അതാണ് ഈ 2 കൊമ്പുള്ള ഈ ആട്ടുകൊറ്റൻ. അതല്ല, ഈ ആട്ടുകൊറ്റൻ 2 കൊമ്പുള്ള ഈ ആട്ടുകൊറ്റൻ ആരെ കാണിക്കുന്ന പറഞ്ഞത്? ഒന്നുകൂടെ വായിച്ചാട്ടെ. 2 കൊമ്പുള്ളതായി നീ കണ്ട ആട്ടുകൊറ്റൻ പാർസ്യ രാജാക്കന്മാരെ കുറിക്കുന്നു. പാർസ്യ രാജാക്കന്മാരെ, മീദോ പേർഷ്യ, 2 കൊമ്പ് മീദ്യരും പേർഷ്യരും വായിക്കുന്ന പാർസ്യ രാജാവിന് സാമ്രാജ്യത്തെ കുറിച്ച് കുറിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. പിന്നെ വായിച്ചാൽ അടുത്ത വാക്യം വായിച്ചാട്ടെ. പരുവരുത്ത കോലാട്ടുകൊറ്റൻ യവന രാജാവും അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1-ാമത്തെ രാജാവുമാകുന്നു. ഒന്നുകൂടെ വായിച്ചാൽ. ഇതാണ് പരുപരുത്ത കോലാട്ടുകൊറ്റൻ. എന്താ പറയുന്നത്? യവന ഗ്രീക്ക് സാമ്രാജ്യമാണ്. അതിന്റെ വായിച്ചാട്ടെ. അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ്, അതിന്റെ കണ്ണുകളുടെ നടുവിലുള്ള വലിയ കൊമ്പ് 1-ാമത്തെ രാജാവുമാകുന്നു. രാജാവും ഞാൻ പറഞ്ഞു, ഇതാണ് വലിയ കൊമ്പ്. അപ്പൊ ഇത് യവന രാജ്യം 1-ാമത്തെ രാജാവ് ആണ് ഈ കൊമ്പിനെ കാണിക്കുന്നത്. ഇനി അടുത്ത വാക്യം വായിച്ചാട്ടെ. അത് തകർന്ന ശേഷം പകരം 4 കൊമ്പ് മുളച്ചതോ 4 രാജ്യം. അതിനുശേഷം 4 കൊമ്പ് മുളച്ചു. ഇത് 1, 2, 3, 4 4 കൊമ്പുകൾ മുളച്ചത് 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും. 4 രാജ്യം വായിച്ചാട്ടെ. 4 രാജ്യം ആ ജാതിയിൽ നിന്ന് ഉത്ഭവിക്കും, അതിന്റെ ശക്തിയോടെ അല്ലതാനും. അതിന്റെ ശക്തിയോടെ എന്ന് പറഞ്ഞാൽ ആ 4 രാജ്യങ്ങൾക്ക് മറ്റുള്ള ആദ്യത്തെ ഉണ്ടായിരുന്ന ആ രാജ്യത്തിന് അത്രയും ശക്തിയില്ല. ഓക്കെ, വായിച്ചാട്ടെ. എന്നാൽ അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത് ഈ 4 രാജാക്കന്മാരുടെ അന്ത്യകാലത്ത് എന്ന് പറഞ്ഞാൽ ഈ 4 കമാൻഡേഴ്സ്, അവരെ അലക്സാണ്ടർ രാജാവിൻ്റെ 4 കമാൻഡേഴ്സാണ് ഈ 4 കൊമ്പുകൾ. അവരുടെ ഭരണത്തിന്റെ അവസാനം ഇനിയും വായിച്ചാട്ടെ. അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ളൊരു രാജാവ് എഴുന്നേൽക്കും. ഉഗ്രനായ ഒരു രാജാവ് എഴുന്നേൽക്കും. വായിച്ചോ. അവന്റെ അധികാരം വലുതായിരിക്കും. എഴുന്നേൽക്കുന്ന രാജാവാണ് നമ്മൾ ഇവിടെ പറഞ്ഞ ഈ ചെറിയ കൊമ്പ്. അവൻ ചെറിയ കൊമ്പായിട്ട് അവൻ ആദ്യമേ ഇവൻ വളരെ ചെറിയ രീതിയിലാണ് മുമ്പോട്ട് എഴുന്നേക്കുന്നെങ്കിലും പിൽക്കാലത്ത് അവൻ വലിയ ശക്തിയായിട്ട് മാറും. ഇനിയും വായിച്ചാട്ടെ. സ്വന്തം ശക്തിയാൽ അല്ലതാനും. അത് വളരെയധികം കേൾക്കേണ്ട വിഷയമാണ്. ഇവന്റെ ശക്തി എന്ന് പറയുന്നത് സ്വന്തം ശക്തിയല്ല, വെറും ഒരു മനുഷ്യൻ, ഒരു രാജാവ് എന്നുള്ള ശക്തിയല്ല. പിന്നെയോ എന്താണ് ആ രാജാവിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ശക്തിയുടെ ഇതിലാണ് അവൻ്റെ ശക്തികളെല്ലാം വെളിപ്പെടുന്നത്. അത് നമുക്ക് വീണ്ടും കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാകും. വായിച്ചാട്ടെ. അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. വായിച്ചു. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ പമ്പു ഭാവിച്ച് നിശ്ചിന്തയോടിരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോകുകയും ചെയ്യും. അതാണ് ഇവിടെ ദാനിയേല് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇവനെ കൈ തൊടാതെ പോകുമെന്നാണ് പറഞ്ഞത്. പ്രൈസ്. അത് ഏത് വാക്യമാണ്? മലയാളത്തിൽ ഏത് വാക്യമായിരുന്നു ശേഷം വായിച്ചത്? 25. No, therefore, and understand that from the going forth, I'm sorry, അതെ 9-ാം വാക്യം ഞാൻ വായിക്കുന്നത്. 8-ാം വാക്യത്തിൽ 25, through his cunning he shall cause deceit to prosper under his rule, and he shall exalt himself in his heart. He shall destroy many in their prosperity.
he shall even rise against the prince of princes. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അതിനുശേഷമുള്ള വാക്യം വളരെ ശ്രദ്ധിക്കണം. ബട്ട് ഹീ ഷാൽ ബി ബ്രോക്കൺ വിത്തൗട്ട് ഹ്യൂമൻ മീൻസ്. ആ 25-ാം വാക്യത്തിന്റെ അവസാനം കൂടെ, അല്ലെ 25-ാം വാക്യം സിസ്റ്റർ ഒന്നുകൂടെ വായിച്ചാട്ടെ. അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പു ഭാവിച്ച് നിശ്ചിന്തയോടിരിക്കുന്ന പലരെ നശിപ്പിക്കുകയും കർത്താവിനോട് എതിർത്ത് നിന്ന് കൈ തൊടാതെ തകർന്നു പോകുകയും ചെയ്യും. അവിടെ മലയാളത്തിൽ എഴുതുമ്പോൾ അവിടെ ഇരിക്കുന്നത് അവൻ കൈ തൊടാതെ തകർന്നു പോവുകയും ചെയ്യും. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ, ഇവിടെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ബട്ട് ഹീ ഷാൽ ബി ബ്രോക്കൺ വിത്തൗട്ട് ഹ്യൂമൻ ഹാൻഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് മാനുഷികമായ ഒരു ശക്തി കൊണ്ടല്ല ഇവൻ നശിക്കാൻ പോകുന്നത്, പിന്നെയോ ദൈവശക്തി കൊണ്ടാണ് നശിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 8-ാം അധ്യായത്തിൽ ഇവിടെ 13-ാം വാക്യത്തിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ, 13ഉം 14ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ ഒരു ഛായ ഇവിടെ കാണാൻ സാധിക്കും. കൈ തൊടാതെ തകർന്നു പോകുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം അവനെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കട്ടെ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ബഹുകാലത്ത് ഇനിയും 26-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. സന്ധികളെയും ഉഷസ്സുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു. ദർശനം ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വെക്കാം. മതി. ഈ ദർശനം ബഹുകാലത്തേക്കുള്ളത് ആകയാൽ അതിനെ നമുക്ക് അടച്ചു വെക്കാൻ, തൽക്കാലം അത് സീൽ ചെയ്യാനാണ് ഈ ദൂതൻ പറയുന്നത്. അപ്പോൾ 2-3 വാക്കുകൾ നമ്മുടെ മനസ്സിൽ ഇവിടെ നിൽക്കണം. ഒന്ന്, ഇത് അന്ത്യകാലത്തെക്കുറിച്ചാണെന്ന് പറയുന്നു. പിന്നീട് ഇവിടെ ഞാനിത് അതൊന്ന് വായിച്ച് 27-ാം വാക്യം വായിക്കുമ്പോൾ 26, and the vision of the evenings and the mornings which was told is true, therefore seal up the vision, for it refers to many days in the future. ബഹുകാലം എന്ന് മലയാളത്തിൽ പറഞ്ഞെങ്കിൽ ഇവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് മെനി ഡേയ്സ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വർഷങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ദിവസങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ബഹുകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അന്ത്യകാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ വ്യാഖ്യാനങ്ങൾ നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം, ചില ദർശനങ്ങൾ നമ്മൾ കാണുമ്പോൾ അതിന് ചിലതിന് സം ഓഫ് ഇറ്റ് വിൽ ഹാവ് ആൻ ഇമ്മീഡിയറ്റ് റെലവൻസ്, അടുത്ത ഭാവിയിൽ സംഭവിക്കുന്ന പ്രവചനങ്ങളുണ്ട്. ചിലത് അനേക വർഷങ്ങൾ കഴിഞ്ഞ് സംഭവിക്കുന്ന പ്രവചനങ്ങളുണ്ട്. ചിലത് ലോകാന്ത്യത്തോളം, അതിൻ്റെ ഒരു ഭാഗം ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ തന്നെ നടന്നെങ്കിലും ബാക്കിയുള്ളത് ചിലപ്പോൾ ലോകാന്ത്യത്തിലേക്കും ഉള്ളതായിരിക്കാം. എന്നാൽ ഒരു പ്രവചനം അതിൻ്റെ ഒരു ഭാഗം ഓൾറെഡി പൂർത്തീകരിച്ചെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ഭാഗവും അതുപോലെ തന്നെ പൂർത്തീകരിക്കും നമുക്ക് അറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഈ ദർശനത്തിൽ കൂടി നമ്മളിപ്പോൾ പഠിച്ചത്. ഇത്രയും വാക്യങ്ങൾ വായിച്ച് 26-ാം വാക്യങ്ങൾ വരെ 1 മുതൽ ഉള്ള 26 വാക്യങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ 2 കാര്യങ്ങൾ നമുക്കിവിടെ മനസ്സിലായി. എന്താണ്? ഒന്ന്, ദൈവം ദാനിയേലിന് ഈ ഒരു ദർശനം കാണിച്ചു കൊടുത്തു. ഈ ആട്ടുകൊറ്റനെയും കോലാട്ടുകൊറ്റനെയും കുറിച്ചുള്ള ഈ ദർശനം. ആ ദർശനം ദാനിയേലിനെ കാണിച്ചതിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഇവിടുത്തെ മനോഹര രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അത് ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ സാങ്ച്വറി ദേവാലയത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൽ നടക്കുന്ന യാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ലോക രാജ്യങ്ങളുടെ കാര്യം നെബൂഖദ്നേസറിന് വെളിപ്പെടുത്തിയിട്ട് വീണ്ടും ഇത് ദാനിയേലിന് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ദാനിയേലിൻ്റെ ആൾക്കാരെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു വിഷയമായതുകൊണ്ട് ദാനിയേലിന് ദൈവം കാണിച്ചു കൊടുത്തതാണ് ഞാനത് മനസ്സിലാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനിയും 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകൾ നമുക്ക് അവസാനിപ്പിക്കാം. വ്യാഖ്യാനവും ചരിത്രത്തിൽ നിന്നുള്ള ചില എവിഡൻസും. 17-ാം വാക്യം വായിക്കുമ്പോൾ മനുഷ്യപുത്ര ഗ്രഹിച്ചുകൊള്ളുക, ഈ ദർശനം അന്ത്യകാലത്തേക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. 19-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, കോപത്തിൻ്റെ അന്ത്യകാലത്തെങ്കിൽ സംഭവിക്കാനിരിക്കുന്നത് ഞാൻ നിന്നെ ഗ്രഹിപ്പിക്കും.
ദർശനം ബഹുകാലത്തേക്കുള്ളതാകയാൽ അതിനെ അടച്ചു വയ്ക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അന്ത്യകാലത്തേക്കുള്ളതാണ് കോപത്തിൻ്റെ അന്ത്യകാലത്തിൽ സംഭവിക്കാണ്ടിരിക്കുന്ന വിഷയങ്ങൾ. ഇത്രയും പറഞ്ഞിട്ട് ഇനി ഞാൻ ഇവിടെ ഒരു കാര്യം നിങ്ങളെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇത് മലയാളത്തിൽ എഴുതാൻ പറ്റിയില്ല, എന്നാൽ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് ഞാൻ മലയാളത്തിൽ എഴുതാം. ഇതാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. നമ്മൾ കണ്ടല്ലോ ഒരു വലിയ ഹോൺ, കോലാട്ട് കൊറ്റൻ്റെ ആദ്യത്തെ കൊമ്പ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അതിനുശേഷമുള്ള 4 കൊമ്പുകളാണ്. ഒന്ന് കസാൻഡർ, മാസിഡോണിയ അവകാശമാക്കിയ ഒരു കമാൻഡർ. ലിസിമാക്കസ്, അത് ലിഡിയ ബിഥിനിയ, ഇപ്പോഴത്തെ ടർക്കിയുടെ ഒരു ഭാഗമാണ് ലിസിമാക്കസിന് കിട്ടിയത്. 3ാമത് സെലൂക്കസ് എന്ന് പറയുന്ന കമാൻഡർ. അസിറിയ, ഇപ്പോഴത്തെ ഇറാഖിൻ്റെ ഭാഗമായിരിക്കുന്ന സിറിയയും അസിറിയയുമാണ് സെലൂക്കസിന് കിട്ടിയത്. 4ാമത്തെ കമാൻഡറാണ് ടോളമി, അദ്ദേഹത്തിന് ഈജിപ്റ്റ് കിട്ടിയത്. ഇങ്ങനെ ഗ്രീക്ക് സാമ്രാജ്യത്തെ 4ആയിട്ട് ഭാഗിച്ച് പോകുന്ന ആ ഭാഗങ്ങളിൽ ഓരോന്നിനും ഓരോ കമാൻഡേഴ്സിന് കിട്ടി. എന്നാൽ ഇവരുടെ ഭരണകാലത്ത്, അതാണ് പറഞ്ഞത്, ഇവരുടെ ഭരണത്തിൻ്റെ അവസാനമായിട്ടാണ് ആ ചെറിയ കൊമ്പ് വരുന്നത്. ആ ചെറിയ കൊമ്പ്, ഇനി ഇത്രയെല്ലാം പറഞ്ഞിട്ട് ഞാനങ്ങ് പറയാം. ചെറിയ കൊമ്പ് അന്തിക്രിസ്തുവാണ്. ആ അന്തിക്രിസ്തു ഉയരുന്നത് അപ്പോൾ എവിടെ നിന്നാണെന്നാണ് ഇവിടെ കാണിക്കുന്നത്. എവിടെ നിന്നാണ് ഉയരുന്നത്? ഈ 4 രാജാക്കന്മാരുടെ രാജ്യത്തിൻ്റെ അവസാന സമയത്ത്. ഇപ്പോൾ ഒരു കാര്യം ഞാൻ കാണിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ദാനിയേലിൻ്റെ 2ാമത്തെ സ്വപ്നം കുറച്ചുകൂടെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആദ്യത്തെ സ്വപ്നം ദാനിയേൽ നെബൂഖദ്നേസരോട് പറയുമ്പോൾ എന്താ പറയുന്നത്? 4ാമത്തെ സാമ്രാജ്യത്തിൻ്റെ അവസാനം 10 രാജാക്കന്മാർ. 4 സാമ്രാജ്യങ്ങളുണ്ട്. അത് ബാബിലോണിയൻ സാമ്രാജ്യം, മീഡോ പേർഷ്യൻ സാമ്രാജ്യം, ഗ്രീഷ്യൻ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം, റോമാ സാമ്രാജ്യം. ആ റോമാ സാമ്രാജ്യത്തിൻ്റെ അവസാന ഭാഗമാകുമ്പോൾ അതിൽ നിന്ന് 10 രാജാക്കന്മാർ അതിൻ്റെ അവസാന കാലത്ത് ഉയരും. ആ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം തൻ്റെ രാജ്യം സ്ഥാപിക്കും. ഈ അടുത്ത 4 ദാനിയേലിനെ കാണിക്കുന്ന 4 ദർശനങ്ങൾ അതിൻ്റെ കുറച്ചുകൂടെ ക്ലിയറായിട്ട് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. അതിലാണ് ഒന്നാമത്തെ, അതിൽ 4 മൃഗങ്ങളെക്കുറിച്ച് കാണിച്ചു. സിംഹം, കരടി, പുള്ളിപ്പുലി, പിന്നെ ഭീകരമായ ഒരു മൃഗം. ആ ഭീകരമായ മൃഗത്തിൻ്റെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞാൻ ഐ വിൽ ഷോ യു ദാറ്റ്. ഒരു നിമിഷം. ഓക്കെ, ആ ഭീകരമായ മൃഗത്തിൻ്റെ ഈ മൃഗത്തെ നമ്മൾ പഠിച്ചു. ആ ഭീകരമായ മൃഗത്തിന് 10 കൊമ്പുണ്ടായിരുന്നു. എന്നാൽ അവിടെ നമ്മൾ വായിച്ചു, ആ 10 കൊമ്പിൻ്റെ ഇടയിൽ എന്തോ സംഭവിച്ചു. നിങ്ങൾ കാണാൻ മതി ഇപ്പോഴും. അതിൻ്റെ ഇടയിൽ വേറൊരു കൊമ്പ് വന്നു. അതവിടെ ഇരിക്കുന്നത്. രാത്രിയിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4ാമതൊരു മൃഗത്തെ കണ്ടു. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. കൊമ്പല്ല, പല്ല്. അത് തിന്നുകയും തകർക്കുകയും ചെയ്ത് ശേഷം മുഴുവനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞ്. മുമ്പേ കണ്ട സകല മൃഗങ്ങൾ വെച്ച് ഇത് വ്യത്യസ്തമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ആ 10 കൊമ്പ് ഉള്ളതിൽ നോക്കിയിരിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഒരു കൊമ്പ് എഴുന്നേറ്റ് വന്നു. അതിൻ്റെ മുമ്പിൽ 3 കൊമ്പുകൾ പോയതായിട്ട് നമ്മൾ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ എഴുന്നേറ്റ് വന്ന 11ാമത്തെ കൊമ്പാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ട ഈ ചെറിയ കൊമ്പ്. അപ്പോൾ ഈ കൊമ്പ്. അപ്പം ഈ ദർശനങ്ങളിലെല്ലാം അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട്, അതിനൊരു തുടർച്ചയുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ദൈവം ഈ ദർശനങ്ങൾ വീണ്ടും വീണ്ടും കാണിച്ചത്? ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വരുന്ന അന്തിക്രിസ്തു ഈ 10 രാജാക്കന്മാരുടെ കാലത്ത് വരും. ആ 10 രാജാക്കന്മാരുടെ കാലത്ത് വരുന്ന അന്തിക്രിസ്തു ഈ മീഡോ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരിക്കും. ഈ 2ാമത്തെ ദർശനത്തിൽ കൂടി അല്പം കൂടെ ക്ലിയറായിട്ട് കാണിക്കുകയാണ്. മീഡോ പേർഷ്യൻ
വരുന്നതിന് ശേഷമായിട്ട് ഗ്രീക്ക് സാമ്രാജ്യത്തിൽ കൂടാണ് ഈ അന്ത്യക്രിസ്തു വരുന്നത് എന്നാണ് ഇതിൽ കൂടി താൻ കാണിച്ചു തരുന്നത്. ദൈവം ദാനിയേൽ മനസ്സിലാക്കി കൊടുത്തത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കണം. ഒന്നുകൂടെ പറയാം. ആദ്യത്തെ സ്വപ്നം നെബൂഖദ്നേസറിന് 4 സാമ്രാജ്യം, അവസാനം 10 രാജാക്കന്മാർ ആ കാലത്ത് ദൈവം സ്ഥാപിക്കുന്നു. ദാനിയേലിൻ്റെ 1-ാം സ്വപ്നത്തിൽ 4-ാമത്തെ മൃഗം, ഭയങ്കര ഭീകരമായ മൃഗം, 10 കൊമ്പുകളുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കൊമ്പ് മുളച്ചു വന്ന് 3 എണ്ണത്തിനെ കൊന്നു. അതിനുശേഷം അത് വലുതായി തീർന്നു. അതാണ് അന്ത്യക്രിസ്തു നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ഇന്നത്തെ സ്വപ്നത്തിൽ വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അന്ത്യക്രിസ്തു വരുന്നത്, അല്ലെങ്കിൽ അന്ത്യക്രിസ്തുവിൻ്റെ കാലം എന്ന് പറയുന്നത് ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ, റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഗ്രീക്ക് സാമ്രാജ്യം, അതിൽ കൂടാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കി. അങ്ങനെ ഈ ഓരോ ദർശനങ്ങളും മുമ്പോട്ട് പോകുമ്പോൾ അതിന് കൂടുതലായിട്ട് സ്പെസിഫിക് ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുകയാണ്. ഇനി അടുത്ത ദർശനം വരുമ്പോൾ, അടുത്ത ദർശനം എന്ന് പറയുന്നത് 70 വീക്സ്, 70 സംവത്സരങ്ങളെക്കുറിച്ചുള്ള വീക്കുകളെക്കുറിച്ചുള്ള ആ ദർശനമാണ് ദാനിയേലിൻ്റെ 4-ാമത്തെ ദർശനം. ഞാൻ ഇവിടെ കാണിച്ചില്ല, നമ്മൾ പഠിച്ചപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ഞാൻ ഇവിടെ കാണിച്ചു. തൻ്റെ ദാനിയേലിൻ്റെ 3-ാമത്തെ ദർശനം 70 ആഴ്ചകളെക്കുറിച്ചുള്ള ദർശനം. അത് ഇസ്രായേൽ മക്കളെക്കുറിച്ച് അവർക്ക് എന്ത് സംഭവിക്കാനിരിക്കുന്നു എന്നുള്ള ആ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ദർശനമാണ്. അതിന് ശേഷമായിട്ട് അപ്പോൾ അവിടെ നമ്മൾ കാണുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കും, ഏത് സമയത്താണ് ദൈവരാജ്യം നമ്മുടെ മുൻപ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു കാര്യം ഓർത്തോണം. നമ്മൾ അന്ത്യക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞാലും രോഗരാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ഇതിൻ്റെ എല്ലാം അവസാനം യേശുക്രിസ്തുവിൻ്റെ രാജ്യം സ്ഥാപിതമാകുന്നു. അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഈ കാര്യങ്ങൾ വിട്ടുപോകരുത്. നമ്മുടെ ദൃഷ്ടിയും നമ്മുടെ ചിന്തകളും എല്ലാം ദൈവരാജ്യം, യേശുക്രിസ്തുവിൻ്റെ രാജ്യം. അതിനുശേഷമായിട്ട് ഇത് കുറച്ചുകൂടെ ക്ലിയറായിട്ട് തരും വടക്കും തെക്കുമുള്ള രാജാക്കന്മാരെ കുറിച്ചുള്ള ദർശനം. അതുകൊണ്ട് ഇന്ന് രാത്രി നമുക്കിനിയും സമയം തീർന്നു, 2 മിനിറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ അടുത്ത വിഷയത്തിലേക്ക് കിടക്കാൻ പോകുന്നില്ല. എന്നാൽ ഒരു വാക്കുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഇവിടെ ഒരു ചോദ്യം ഈ 28-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് ബിൻസി വായിച്ചാട്ട് 26-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ടെ. 8:26. സന്ധികളെയും വസ്തുക്കളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു. ദർശനം ബഹുകാലത്തേക്കുള്ളതാകിയാൽ അതിനെ അടച്ചു വെക്കുക. ബഹുകാലത്തേക്കുള്ളതാകിയാൽ അടച്ച് വെച്ചേക്കുക. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഓക്കെ, വെരി ഗുഡ്. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കാം. പ്രൈസ് ഗോഡ്. ഓക്കെ, ഇവിടെ ദിസ് ഈസ് എ ഗുഡ് പ്ലേസ് ടു സ്റ്റോപ്പ്. ഇനിയിപ്പം മുമ്പ് അടുത്ത കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ കുറച്ച് സമയം എടുക്കും. എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഇത് മനസ്സിലായില്ലയോ എന്ന് ഒന്ന് ഒരു അഭിപ്രായം ഒന്ന് പറഞ്ഞാട്ടെ. എങ്ങനെയുണ്ട് നിങ്ങൾ ഇന്നത്തെ? എല്ലാവർക്കും മനസ്സിലായി? വളരെ സിമ്പിൾ ആയിട്ട് സാർ പഠിപ്പിച്ചു. ദൈവം മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. വളരെ സന്തോഷം. കർത്താവിന്റെ ദാസൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ ഇടയായി തീർന്നു. താൻ എന്നോട് പറഞ്ഞു ഏത് കാര്യവും വളരെ മനോഹരമായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിന്റെ കുറെ കൂടെ ക്രിയേറ്റിവിറ്റി ഉള്ളവർ ഈ വീഡിയോയും ഈ ഫോട്ടോസ് ഒക്കെ തന്നെത്താൻ ക്രമീകരിക്കുന്നതാണ്. ഇച്ചിരൂടെ അത് നന്നായിട്ട് ചെയ്യുവാൻ കഴിവുള്ളവരൊക്കെ മുമ്പോട്ട് കടന്നു വന്ന് താൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഇച്ചിരൂടെ എനിക്ക് തോന്നുന്നു അജുവിനൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇച്ചിരി വീഡിയോ വൈസ് ഒക്കെ ചെയ്താൽ അത് പ്രയോജനമാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും, എനിക്കറിയാം സാർ ഏത് കാര്യവും ഏറ്റവും മാക്സിമം നന്നായി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഇച്ചിരൂടെ കളർഫുൾ ആക്കുവാൻ തന്റെ ഫോട്ടോയൊക്കെ താൻ തന്നെ സെലക്ട് ചെയ്ത് താൻ തന്നെ ക്രമീകരിക്കുന്നതാണ്. ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇച്ചിരൂടെ നന്നായിട്ട് ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ഉണ്ടാക്കിയ സമയത്ത് ഈ AI ടെക്നോളജി അത്ര ഇല്ലായിരുന്നു. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒത്തിരി ഉണ്ട്. ഈ നമ്മൾ കാണിച്ച വരച്ച ഈ ഭാഗങ്ങളൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് നല്ല വീഡിയോ ഉണ്ടാക്കാൻ സാധിക്കും. ആരെങ്കിലും നമ്മുടെ സ്റ്റുഡൻസിൽ ഉണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് ആ രീതിയിലാക്കാൻ നമുക്ക് ശ്രമിക്കണം. സാറ് എന്നിട്ട് ഇതുമായിട്ട് ഒരു യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുക, ആരെ പഠിപ്പിക്കാൻ. അപ്പം അതിന് നിങ്ങൾ കഴിവുള്ള സപ്പോർട്ട് ചെയ്യുക. ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസൻ കാണിക്കുന്ന വളരെ ഹോംവർക്ക് ചെയ്താണ് ഇതൊക്കെ തയ്യാറാക്കുന്നത്. വളരെ
നമുക്ക് ഇതൊക്കെ പഠിക്കുവാൻ കിട്ടുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്ന് രണ്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ ചാപ്പൽ സർവീസിലാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അടിയന്തരമായി ചില വിഷയങ്ങൾ വന്നതുകൊണ്ട് ഞാനത് പ്രാർത്ഥനാ വിഷയങ്ങളോട് പറഞ്ഞു. ഇപ്പോൾ സാറ് തന്നെ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒന്ന്, നമ്മോടൊപ്പം വളരെ ആക്റ്റീവായിട്ട് പഠിക്കുന്ന പ്രിയ സിസ്റ്റർ ലവ് ആൻറ്റി, താനും ഒരു എക്സ് ഗൾഫ് ദോഹയാണ്. താൻ ശാരീരികമായി അല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. എന്നോട് പറഞ്ഞു വീഡിയോ ഒക്കെ ഓൺ ആക്കാത്തത് ശാരീരികമായ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണെന്നാണ്. വളരെ ശക്തമായി കർത്താവിനാൽ പ്രയോജനപ്പെടുന്ന ഒരു പ്രിയ ആന്റിയാണ്. കർത്താവ് തന്നെ സഹായിക്കേണ്ടതിനായി നമുക്ക് വളരെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഖത്തറിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന പ്രിയ കൊച്ചുമോൾ ജോർജ്, താൻ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ടുണ്ട്. തന്റെ മെഡിക്കൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ലൈസൻസ് ഇന്ന് പുതുക്കി കിട്ടേണ്ടതാണ്. ഇന്ന് ഏറ്റവും ലാസ്റ്റ് ഡേറ്റ് ആണ്. അത് പുതുക്കിയിട്ടില്ല. അതായത് ദോഹയിലൊക്കെ വർക്ക് ചെയ്യുന്നതിന് ഒരു മെഡിക്കൽ ലൈസൻസ് QCHP ലൈസൻസ് ആവശ്യമാണ്. അത് ഇല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഇന്ന് തന്നെ അത് താൻ റിന്യൂവലൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഇതുവരെ റിന്യൂ ആയിട്ടില്ല. നാളെ ഇന്ന് ഇതിന്റെ ലാസ്റ്റ് ഡേ ആണ്. താൻ ഒരു അടിയന്തരമായ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹിക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താണ്ട്, പ്രത്യേകിച്ച് ഞങ്ങളായിരിക്കുന്ന ഗൾഫ് കൺട്രീസ് ഒക്കെ വീണ്ടും പ്രതികൂല സാഹചര്യങ്ങളോടൊക്കെ കടന്നു പോകുന്നു. ദോഹയിൽ ഒത്തിരി പേർക്ക് ഞങ്ങളുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് ഹാമദ് മെഡിക്കൽ കോർപ്പറേഷൻ. അവിടെ മാസ് ടെർമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, മാസ് ടെർമിനേഷൻ. ഒരിക്കലും ഹെൽത്ത് സെക്ടറിലൊന്നും അത് അഫക്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ നമ്മുടെ സഭയൊക്കെ ഞങ്ങളൊക്കെ വളരെ ആശങ്കാവതരാണ്. കാരണം നമ്മുടെ സഭയൊക്കെ അത് ഒത്തിരി എഫക്റ്റ് ചെയ്യും. ഞങ്ങളുടെ അവിടെ ഒത്തിരി നേഴ്സുമാരും ഒക്കെയാണ് ഉള്ളത്. അങ്ങനെ ഒരു മാസ് ടെർമിനേഷൻ ഞങ്ങളുടെ ദോഹയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥന ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താണ്. നമ്മളിത് ബൈബിൾ പഠിക്കുന്നതോടൊപ്പം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ സാക്ഷാറ് പ്രാർത്ഥിച്ചാണ്. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് പറഞ്ഞ 2 or 3 പേര് ഒരുമിച്ച് എന്റെ നാമത്തിൽ എന്ത് യാചിച്ചാലും ദൈവഹിതപ്രകാരമുള്ള എല്ലാ യാചനകളും ദൈവം അതിന് മറുപടി. ഇന്ന് നമ്മുടെ മധ്യേ 2 പേരല്ല 3 പേരല്ല അനേകര് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഹൃദയം ഒരുമനപ്പെട്ട് ഈ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടതുപോലെ പറഞ്ഞതുപോലെ തന്നെ 2 or 3 പേര് എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ന് രാത്രി ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്യത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ രാത്രി ഞങ്ങൾ വീണ്ടും നിന്റെ മുമ്പിലേക്ക് നോക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞങ്ങൾക്ക് തന്ന ഈ നല്ല സാവകാശത്തിനായിട്ട് സ്തോത്രം. എല്ലാവരുടെയും ഹൃദയത്തോടെ കർത്താവെ നീ തുടർന്നും സംസാരിച്ചുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഇപ്പോൾ നിന്റെ മുമ്പിൽ കർത്താവെ ഈ ഞങ്ങൾ വയ്ക്കുന്ന വിഷയങ്ങളുടെ മേലെ നിന്റെ കൃപ അധികമായിട്ട് പരുമാറാകണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഞങ്ങൾ എല്ലാ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ തന്റെ ശരീരത്തിലുള്ള ആ പ്രയാസം എന്തായിരുന്നാലും ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ദാസന്മാരും ദാസിമാരുമായി ഞങ്ങൾ ഒരുമനപ്പെട്ട് ഒരു ഹൃദയത്തോടെ നിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ പ്രിയപ്പെട്ടവർക്ക് സമ്പൂർണമായ സൗഖ്യം തിരുമേനി കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഓഫ് നാസറേത്ത്, സിസ്റ്റർ ലവ്, I command that you be healed from the crown of your head to the sole of your feet. ശിരസ് മുതൽ ഉള്ളങ്കാൽ വരെ സൗഖ്യമാകട്ടെ. നസ്രയനായ യേശുവിന്റെ സൗഖ്യമാക്കുന്ന കരം ഇപ്പോൾ തന്നെ നീട്ടി കർത്താവേ നീ അവളെ തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ താൻ ഇന്ന് തന്നെ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം തനിക്ക് ആവശ്യമുള്ള ബലവും ശക്തിയും കർത്താവെ ഇപ്പോൾ തന്നെ കൊടുത്തുകൊണ്ട് നിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി തന്റെ ശരീരത്തിലൂടെ വ്യാപരിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നീ അവളെ സൗഖ്യമാക്കിയിരിക്കുന്നതിനാലെ സ്തോത്രം കർത്താവെ, സ്തോത്രം കർത്താവെ. ഞങ്ങളെ കൊച്ചുമോൾ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവളുടെ വീസ ഇതേവരെ, അവളുടെ മെഡിക്കൽ ലൈസൻസ് ഇതേവരെയും പുതുക്കിയിട്ടില്ലെങ്കിലും ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് പുതുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീ ഒരു വാതിൽ തുറന്നാൽ ആരും അടക്കില്ല.
ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അടഞ്ഞിരിക്കുന്ന വാതിൽ നിന്റെ ദാസന്മാരും ദാസിമാരുമായി ഞങ്ങൾ ഒരുമിച്ച് അത് തുറക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി തന്നെ കർത്താവേ, താൻ എഴുന്നേൽക്കുമ്പോൾ അത് ലൈസൻസ് അത് റിന്യൂ കാണുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ നീ അതിന് കൽപ്പിനെ അയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവ് പ്രിയപ്പെട്ടവർക്ക് ലൈസൻസ് കിട്ടി തന്റെ കർത്താവെ അവിടുത്തെ ആ ജോലി തുടരുവാൻ തിരുമേനി ഇടയാക്കണമേ, സഹായിക്കണമേ. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം, ലൈസൻസ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം കർത്താവ്. അതുപോലെ ദോഹയിലുള്ള എല്ലാ പ്രിയപ്പെട്ട കർത്താവെ, ഹാലിലെ പലവിധമായ പ്രയാസങ്ങൾ കൊണ്ട് കർത്താവെ ജോലി കാര്യത്തിലൊക്കെയും ബുദ്ധിമുട്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവെ നിന്റെ കാര്യങ്ങളിലേക്ക് വെക്കുകയാണ്. ആരുടെയും ജോലി നഷ്ടപ്പെട്ടു പോകാതെ ഹാലേലിയ എല്ലാവർക്കും ജോലിയുള്ളവരായിട്ട് കർത്താവെ നീ തന്നെ ഞങ്ങളുടെ യഹോവ ജായിറ കർത്താവെ, നീ മുൻപേ കണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കി വെക്കുന്ന ദൈവമാകയാൽ, നീ അബ്രഹാമിന്റെ ദൈവമാകയാൽ മുമ്പിൽ കണ്ട് ഒരു കോലാട്ടുകുട്ടിനെ ഒരുക്കിയതുപോലെ ഇന്ന് രാത്രി കർത്താവെ ഈ സകലരുടെ മേലും ദൈവത്തിന്റെ ശക്തി പകർന്നുകൊണ്ട് കർത്താവെ അവരുടെ ഭാവികൾ എല്ലാം ഭംഗിയായിട്ട് നടക്കുവാൻ സ്വർഗത്തിലെ ദൈവമേ നിന്നെ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദോഹ പട്ടണം കർത്താവെ സ്തോത്രം, അവിടെയുള്ള വിശ്വാസികളുടെ മേൽ അനവധിയായ ദൈവകൃപ പകർന്നാട്ടെ. ഹല്ലേലൂയ. ആ പട്ടണം ദൈവ സ്നേഹത്താൽ പിടിക്കപ്പെടട്ടെ, ദൈവശക്തി കൊണ്ട് അവിടെ വ്യാപിക്കട്ടെ, ജീവിതങ്ങൾ വ്യത്യാസപ്പെടട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഒരു വലിയ അത്ഭുതത്തിന്റെ ഒരു സമയമായിട്ട് കർത്താവ് ഈ സമയം തിരുമേനി നീക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കർത്താവെ കടന്നു പോകുന്ന എല്ലാ കരങ്ങൾ വെക്കുകയാണ്. ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ കർത്താവ് അറിയുന്നവരുടെ ആവശ്യങ്ങളെ അനുസരിച്ച് ഇന്ന് രാത്രി നിന്റെ കരം നീട്ടി ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുന്നതായിട്ട് അടിയൻ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം, നീ ഞങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് രാത്രി പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും നീ സംശയിക്കാതെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, അത് സംഭവിച്ചിരിക്കുന്നു, നടന്നിരിക്കുന്നു എന്ന് എൻ്റെ വചനത്തിൽ പറഞ്ഞതുപോലെ കർത്താവെ നീ ചെയ്തിരിക്കാൻ ഇന്ന് രാത്രി നിങ്ങൾ സന്തോഷത്തോടെ കർത്താവെ നിനക്ക് സ്തുതി കരേറ്റുന്നു. നീ ചെയ്ത എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. സകലതും പുത്രനായ യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവം ഉണ്ടായി കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ. എല്ലാവർക്കും നന്ദി. ദൈവം കർത്താവ് സഹായിക്കട്ടെ. വളരെ ആത്മാർത്ഥതയോടെ എല്ലാവരും പ്രാർത്ഥിച്ചു. ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. ആശീർവാദത്തോടെ നമുക്ക് പിരിയാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് പ്രാർത്ഥിച്ച പ്രത്യേക വിഷയങ്ങളോടൊപ്പവും പ്രത്യേക ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടൊപ്പവും ഈ ബൈബിൾ കോളേജിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടൊപ്പവും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയന്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാം. താങ്ക് യു സാറേ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ.